നമ്മളിപ്പോൾ ഉണക്കമീൻ രൂപയ്ക്ക് കറി വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. ആദ്യം അതിലേക്ക് വേണ്ടത് ഒരു സബോള, പിന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും, പിന്നെ ആവശ്യത്തിന് നമുക്ക് വേപ്പിൻ്റെ ഇല, ഫ്രഷ് വേപ്പിൻ്റെ ഇല നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ഫ്രഷ് വേപ്പിൻ്റെ ഇല. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് മുളകും പൊടി ഒരു 1.5 സ്പൂൺ ഇട്ടാ. നമുക്ക് ഇത്ര ഈ കുഞ്ഞ് സ്പൂണാണ്, 1.5 സ്പൂൺ. മല്ലിപ്പൊടി 1 സ്പൂൺ, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിന് മാത്രം, നമുക്കറിയാലോ, നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടാ. നമ്മളതിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്ക് കൈ കൊണ്ട് തിരുമ്പാം. ഉപ്പ് ലേശം ചേർക്കണം. ഉപ്പ് ഇട്ടാ, ആവശ്യത്തിന് ഉപ്പ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കാം. നമുക്ക് മീൻ ചേർക്കാം. നമ്മളിത് ഇനി അടുപ്പത്ത് വയ്ക്കാൻ പോകും കേട്ടോ. അടുപ്പത്ത് വയ്ക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു തക്കാളി ഉണ്ട്, അതിലൊരു അരമുറി തക്കാളി നമ്മളൊരു രസത്തിന് വേണ്ടി മാത്രം നമുക്ക് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. നമ്മൾ അടുപ്പത്ത് വെച്ചു. ഒരു 10 മിനിറ്റ് നമുക്ക് തിളയ്ക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് ഈ മീൻ രൂപിക്ക നമ്മൾ ഇടാൻ പോകുന്നുണ്ട്. കാരണം രൂപിക്ക നമുക്ക് ഇത്ര പഴുത്ത രൂപിക്കായാലും അധികം ഇത് വേണ്ട. അത് കാരണം ഇത് ഇടാൻ പോകുന്നു, രൂപിക്ക ഇടാൻ പോകുന്നു കേട്ടോ. ഇത് തിളച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഉണക്കമീൻ ചേർക്കാം.